Hi dears, welcome to Yes English is Easy. Today we are going to learn how to use in English. Friends, ഇന്നത്തെ ക്ലാസ്സിൽ ആമിനെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ആം ആണ് ആകുന്നു എന്നാണ് അർത്ഥം. ഓക്കെ, ആം മീൻസ് ആണ് അല്ലെങ്കിൽ ആകുന്നു. ഐ എന്ന വേർഡിന്റെ കൂടെ മാത്രമാണ് ഇംഗ്ലീഷിൽ ആം ഉപയോഗിക്കുന്നുള്ളൂ. ഐ ആം എന്തായിരിക്കും അർത്ഥം? ഐ ഞാൻ. ഐ ആം ഞാനാണ്. ഓക്കെ, ആം ഇന്നത്തെ ടോപ്പിക് ആം ആണ്. ആം എന്ന് പറഞ്ഞാൽ ആണ് ആകുന്നു എന്നാണ് അർത്ഥം. ഐന്റെ കൂടെ മാത്രമാണ് ഇംഗ്ലീഷിൽ ആം ഉപയോഗിക്കുള്ളൂ. വേറെ ഒരു സ്ഥലത്തും ആം ഉപയോഗിക്കാറില്ല. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ് അർത്ഥം. ഐന്റെ കൂടെ ആം ചേർക്കുകയാണ്. ഐ ആം ഞാൻ ആണ് എന്നർത്ഥം വരും, അല്ലെങ്കിൽ ഞാൻ ആകുന്നു. എഴുതുന്ന സമയത്താണ് ഐ ആം എന്ന് ഉപയോഗിക്കുക. നമ്മൾ സംസാരിക്കുമ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ ഷോർട്ട് ആക്കിയിട്ടാണ് പറയുന്നത്. ഐ ആമിന്റെ ഷോർട്ട് ഫോം ആണ് ആം. ഐനെയും ആമിനെയും ചേർത്തിട്ട് പറയണം. ആം. ഐ ആം എന്നല്ല, ഐ കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യരുത്. ഐ ആം എന്ന് പറയാം. ആം ഞാനാണ്. യെസ്, ഞാനാണ് എന്നെങ്ങനെ പറയും? ആം അല്ലെ, ആം ഞാനാണ്. ഞാൻ ഹാപ്പി ആണ് എന്നെങ്ങനെയാ പറയുന്നത്? ആം ഹാപ്പി. ഐ ആം ഞാനാണ്. ആം ഹാപ്പി, ഞാൻ ഹാപ്പിയാണ്. ഞാൻ ഇന്ന് ബിസി ആണ് എന്നെങ്ങനെ പറയും? ആം ബിസി. ആം ബിസി ടുഡേ. ആം ബിസി ടുഡേ, ഇന്ന് ഞാൻ ബിസിയാണ്. ഞാൻ കുറച്ച് നേരത്തേക്ക് ഫ്രീ ആണ്. ആം ഫ്രീ ഫോർ സം ടൈം. ആം ഫ്രീ ഫോർ സം ടൈം, ഞാൻ കുറച്ച് നേരത്തേക്ക് ഫ്രീ ആണ്. ഞാനിപ്പോ കുറച്ച് തിരക്കിലാണ്. അങ്ങനെ പറയാറില്ല, ഞാനിപ്പോ കുറച്ച് തിരക്കിലാണ്. ആം എ ലിറ്റിൽ ബിസി നൗ. ആം എ ലിറ്റിൽ ബിസി നൗ, ചേർക്കണം. ഓക്കെ, ആം എ ലിറ്റിൽ ബിസി നൗ, ഞാനിപ്പോ കുറച്ച് തിരക്കിലാണ്. ഞാൻ വീട്ടിലാണ് എന്നെങ്ങനെ പറയും? ആം അറ്റ് ഹോം. ആം ഞാനാണ് അറ്റ് ഹോം, വീട്ടിലാണ്. വീട്ടിൽ എന്നർത്ഥം കിട്ടാനാണ് അറ്റ് ഉപയോഗിക്കുന്നത്. ആം അറ്റ് ഹോം, ഞാൻ വീട്ടിലാണ്. ഓക്കെ, ഞാൻ ഡ്യൂട്ടിയിലാണ് എന്നെങ്ങനെ പറയും? ഞാൻ ഡ്യൂട്ടിയിലാണ്. ആം ഓൺ ഡ്യൂട്ടി നൗ. ആം ഓൺ ഡ്യൂട്ടി നൗ. ആം ഓൺ ഡ്യൂട്ടി നൗ. ഞാൻ ഇന്ന് ലീവിലാണ്. ഞാൻ ഇന്ന് ലീവിലാണ്. ആം ഓൺ ലീവ് ടുഡേ. ആം ഓൺ ലീവ് ടുഡേ, ഇന്ന് ഞാൻ ലീവിലാണ്. ആം ഓൺ ഡ്യൂട്ടി നൗ, ഞാൻ ഇപ്പോൾ ഡ്യൂട്ടിയിലാണ്. ആം ഓൺ ലീവ് ടുഡേ, ഞാൻ ഇന്ന് ലീവിലാണ്. ഞാൻ വരുന്ന വഴിയിലാണ്. ആം ഓൺ ദ വേ ഹോം എന്ന് പറയും. ആം ഓൺ ദ വേ ഹോം, ഞാൻ വീട്ടിലേക്ക് വരുന്ന വഴിയിലാണ്. അവിടെയൊക്കെ ഓൺ ചേർക്കണം. ഞാൻ ഓഫീസിലേക്ക് പോകുന്ന വഴിയിലാണ്. ആം ഓൺ ദ വേ ടു ദി ഓഫീസ്. ആം ഓൺ ദ വേ ടു ദി ഓഫീസ്, ഞാൻ ഓഫീസിലേക്ക് പോകുന്ന വഴിയിലാണ്. വീട്ടിലേക്കുള്ള വഴിയിലാണെന്ന് പറയുന്ന സമയത്ത് ടു വേണ്ട, ആം ഓൺ ദ വേ ഹോം എന്ന് പറഞ്ഞാൽ മതി. എന്നാൽ ഓഫീസിലേക്ക് പോകുന്ന വഴിയിലാണ്, അല്ലെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും പോകുന്ന വഴിയിലാണെന്നൊക്കെ പറയുന്ന സമയത്ത് ടു വേണം. ആം ഓൺ ദ വേ ടു ദി ഓഫീസ്. ആം ഓൺ ദ വേ ടു, എനിക്ക് വിശക്കുന്നു. ആം ഹംഗ്രി എന്ന് പറയും. ആം ഹംഗ്രി എന്ന് പറഞ്ഞാൽ എനിക്ക് വിശക്കുന്നു എന്ന് അർത്ഥം കിട്ടും. ആം തേഴ്സ്റ്റി, എനിക്ക് ദാഹിക്കുന്നു. ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ കോൺഫിഡന്റ് ആണ്. അങ്ങനെ പറയും, ഐ കോൺഫിഡന്റ് ടു സ്പീക്ക് ഇംഗ്ലീഷ്. ആം ഞാനാണ്. ഐ കോൺഫിഡന്റ് ടു സ്പീക്ക്. ഐ കോൺഫിഡന്റ്, ഞാൻ കോൺഫിഡന്റ് ആണ്. ടു സ്പീക്ക് സംസാരിക്കാൻ. ഇംഗ്ലീഷ് സംസാരിക്കാൻ. ഐ കോൺഫിഡന്റ് ടു സ്പീക്ക് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ കോൺഫിഡന്റ് ആണ്. ഇംഗ്ലീഷിൽ ഗുഡ് അറ്റ്, ബാഡ് അറ്റ്, ഇൻട്രസ്റ്റഡ് ഇൻ, ഇങ്ങനെയുള്ള കുറച്ച് വേർഡുകളുണ്ട്. അതിന്റെ ഉപയോഗമാണ് ഇനി പറയുന്നത്. ഗുഡ് അറ്റ് ഉപയോഗിക്കുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ കഴിവുണ്ട് എന്ന് പറയാനാണ്. ഓക്കെ, എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ കഴിവുള്ള ആളാണ് എന്ന് പറയണമെങ്കിൽ ഗുഡ് അറ്റ് ഉപയോഗിച്ചിട്ടാണ് പറയാം. അതായത് ഞാൻ സ്പോർട്സിൽ കഴിവുള്ള ആളാണ് എന്ന് എനിക്ക് പറയണം. ഐ എം ഗുഡ് അറ്റ് സ്പോർട്സ് എന്ന് പറയും. ആം ഞാനാണ്. ഐ എം ഗുഡ് അറ്റ് സ്പോർട്സ്. ഐ എം സ്പോർട്സിൽ കഴിവുള്ള ആളാണ്. ഞാൻ ക്രിക്കറ്റിൽ കഴിവുള്ള ആളാണ്. ഐ എം ഗുഡ് അറ്റ് ക്രിക്കറ്റ്. ഓക്കെ, ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നതിൽ കഴിവുള്ള ആളാണെന്ന് പറയുമ്പോഴോ ഐ എം ഗുഡ് അറ്റ് പ്ലേയിങ് ക്രിക്കറ്റ് എന്ന് പറയും. ഞാൻ ക്രിക്കറ്റിൽ കഴിവുള്ള ആളാണെന്ന് പറയുമ്പോൾ ഐ ആം ഗുഡ് അറ്റ് ക്രിക്കറ്റ് എന്ന് മതി. ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നതിൽ കഴിവുള്ള ആളാണെന്ന് പറയുമ്പോൾ ഐ ആം ഗുഡ് അറ്റ് പ്ലേയിങ് ക്രിക്കറ്റ്. ഞാൻ കുക്കിങ്ങിൽ കഴിവുള്ള ആളാണ്. ഐ ആം ഗുഡ് അറ്റ് കുക്കിംഗ് എന്ന് പറയും. ഞാൻ ഡ്രൈവിംഗിൽ കഴിവുള്ള ആളാണ്. ഐ ആം ഗുഡ് അറ്റ് ഡ്രൈവിംഗ്. ഓക്കെ, അതുപോലെ ഗുഡ് അറ്റ് കഴിവ് പറയാനല്ലേ. എന്നാൽ നമുക്ക് എന്തെങ്കിലും കഴിയില്ല, നമുക്ക് പോരായ്മ ഉണ്ട്, നമുക്കൊരു ഡീമെറിറ്റ്സ് ഉണ്ടെങ്കിൽ ബാഡ് അറ്റ് ഉപയോഗിക്കാം. ഞാൻ മാത്സിൽ മോശമാണ്. ഐ ആം ബാഡ് അറ്റ് മാത്സ് എന്ന് പറയാം. ഞാൻ ഡ്രൈവിംഗിൽ പോരാ. ഐ ആം ബാഡ് അറ്റ് ഡ്രൈവിംഗ് എന്ന് പറയാം. കുക്കിങ്ങിൽ പോരാ. ഐ ആം ബാഡ് അറ്റ് കുക്കിംഗ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഗുഡ് അറ്റ്, ബാഡ് അറ്റ്. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ താല്പര്യമുണ്ട് എന്ന് പറയണമെങ്കിൽ ഇൻട്രസ്റ്റഡ് എന്ന് ഉപയോഗിച്ചിട്ടാണ് പറയാം. എനിക്ക് ഫുട്ബോളിൽ താല്പര്യമുണ്ട്. ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ ഫുട്ബോൾ. എനിക്ക് ഗാർഡനിങ്ങിൽ താല്പര്യമുണ്ട്. ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ ഗാർഡനിങ്. ഓക്കെ, ദെൻ എനിക്ക് സ്വിമ്മിങ്ങിൽ താല്പര്യമുണ്ട്. ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ സ്വിമ്മിങ്. ഇൻട്രസ്റ്റഡ് ഇൻ എന്ന് ഉപയോഗിക്കണം. അതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു വേർഡാണ് ഫോണ്ട് ഓഫ്. ഫോണ്ട് ഓഫ്, എന്തെങ്കിലും ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ നമുക്കൊരു വസ്തുവിന് ഇഷ്ടമാണ്. ഓക്കെ, ഒരു വസ്തു നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണെന്ന് പറയാൻ ഫോണ്ട് ഓഫ് ഉപയോഗിക്കാം.
എനിക്ക് ഐസ്ക്രീം നല്ല ഇഷ്ടമാണ്. ഐ എം ഫോണ്ട് ഓഫ് ഐസ്ക്രീം. എനിക്ക് ക്രിക്കറ്റ് നല്ല ഇഷ്ടമാണ്. ഐ എം ഫോണ്ട് ഓഫ് ക്രിക്കറ്റ്. എനിക്ക് നിന്നെ നല്ല ഇഷ്ടമാണ്. ഐ എം ഫോണ്ട് ഓഫ് യു. എനിക്ക് കുക്കിംഗ് നല്ല ഇഷ്ടമാണ്. ഐ എം ഫോണ്ട് ഓഫ് കുക്കിംഗ് എന്നൊക്കെ പറയാം. സോ ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആമിനെ കുറിച്ചാണ് പഠിച്ചിട്ടുള്ളത്. ആം എന്ന് പറഞ്ഞാൽ ആണ്, ആകുന്നു എന്നാണ് അർത്ഥം. ഐന്റെ കൂടെ മാത്രമാണ് ആം ഉപയോഗിക്കുക, അല്ലെ? ഐ, ആം, ഞാനാണ്. ഷോർട്ടാക്കിൽ എങ്ങനെ പറയും? ആം, ഞാനാണ്. Okay, so I think you understood this lesson. Thank you for watching this video. We can meet next time. Bye for now.